ഇപ്പോൾ താങ്കൾ വീടിന് മുമ്പിൽ ഒരു ഫ്ലെക്സ് ബോർഡ് മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു ബോർഡ് വെച്ചു. അപ്പോൾ BJP ജില്ലാ അധ്യക്ഷൻ വന്നു, അദ്ദേഹത്തിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. എന്താ പറയാനുള്ളത്? ബഹുമാനപ്പെട്ട BJP പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് GS സുരേഷ്, BJP നേതാക്കന്മാരെ, ഇവിടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വളരെ ബഹുമാന്യനായ GS സുരേഷ് അവർ, അതുപോലെ തന്നെ പാർട്ടിയുടെ ഇവിടെ പോയിരിക്കുന്ന എല്ലാ നേതാക്കന്മാരെയും എന്നെ ശ്രമിക്കുന്ന എവരിനെ, ഇന്ന് ഈ BJP സ്നേഹിതനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ഫ്ലക്സ് അടിച്ചു. അത് എനിക്ക് തോന്നുന്നത് ഇന്ത്യ കഴിഞ്ഞ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരാണെന്നോ ഞാൻ എന്താണെന്നോ അറിയാൻ വയ്യാത്ത ആളുകൾ പോലും ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം BJPയോടും ഇന്ത്യ ഗവൺമെൻറ്റിനോടുമുള്ള അവരുടെ മനസ്സിലുള്ള അടക്കി വെച്ച സ്നേഹം പ്രകടിപ്പിക്കാൻ കിട്ടിയ അവസരമായി എന്നെപ്പോലെ തന്നെ അവരും ചെയ്തിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഞാൻ ഉണ്ടാക്കിയ ചെറിയ ഒരു ബോർഡ് ഇങ്ങനെ ലോകമൊത്തം മാറി നടക്കുന്നത്. കാരണം വെറുതെയല്ല ഞാൻ ഈ പാർട്ടിയിലേക്ക് ഇപ്പോൾ വരുവാൻ തീരുമാനിച്ചത്. കേരള കോൺഗ്രസിൻ്റെ നിരണം മണ്ഡലം സെക്രട്ടറി, മണ്ഡലം പ്രസിഡന്റ്, അതുപോലെ UDFൻ്റെ നിരണം കൺവീനർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ രാഷ്ട്രീയമായി പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിൽ ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഞാൻ വളരെയധികം സാഹൂതം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വിഭിന്നമായി മോദിജി പറയുന്നത് പോലെ എല്ലാവർക്കും വികസനം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BJP ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സമീപഭാവിയിൽ വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മുടെ കാശ്മീരിൽ ദിവസങ്ങളിൽ നമ്മുടെ സഹോദരന്മാരായ പട്ടാളക്കാർ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെല്ലാം ശാശ്വത പരിഹാരം കണ്ടു. അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വലതുപക്ഷവും ഇടതുപക്ഷവും ശക്തമായി എതിർക്കാൻ ശ്രമിച്ചുകൊണ്ട് സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും നിശ്ചയദാർഢ്യത്തോടുകൂടി താൻ എന്താണ് ചെയ്യുന്നത് എന്ന വ്യക്തമായ ബോധ്യത്തോടുകൂടി അദ്ദേഹം ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു മുനമ്പം. കാരണം എന്താണ് മുനമ്പം വെച്ച് 610 കുടുംബങ്ങൾ അവർ പണം മേടിച്ച ഭൂമിയിൽ നിന്ന് അവരെ ഇറക്കി വിടാൻ വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും നിയമസഭയിൽ അവരൊന്നാകുന്നു, പാർലമെൻറ്റിൽ അവരൊന്നാകുന്നു. അതിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള 20 MPമാരിൽ സുരേഷ് ഗോപി എന്നല്ലാതെ ഒരു വ്യക്തിയെപ്പോഴും ഞാൻ കണ്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ പറയുമ്പോൾ ഈ മത്സ്യ തൊഴിലാളികളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന കടലിൻ്റെ മക്കളാണ്. അവരോട് ഞങ്ങൾക്ക് എന്നും നന്ദിയുണ്ട്. കാരണം 2018 വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി കൂടെ നിന്നവരാണ്. പക്ഷേ തിരിച്ചൊരു ചോദ്യം, അവർക്കൊരാവശ്യം ഉണ്ടായപ്പോൾ ഇന്ന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ എത്ര പേർ തയ്യാറായി? തീർച്ചയായും BJP മാത്രമേ, വേറൊരു രാഷ്ട്രീയ പാർട്ടിയും ഞാൻ കണ്ടില്ല. കാരണം എനിക്കൊരാവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കാതെ മാറി ഒളിച്ചുകളി നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. നിങ്ങൾ കണ്ടു, മുനമ്പത്തെ ജനങ്ങളോടൊപ്പം പുരോഹിതന്മാരും എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരും തിരുമേനിമാരും നെഞ്ചത്തലച്ചുകൊണ്ട് അവർ പറഞ്ഞിട്ട് പോലും അതിന് പുല്ലിൻ്റെ വില കൽപ്പിക്കാതെ മുന്നോട്ട് പോയ ഇടതിനും വലതിനും ഇനിയും അവരുടെ കൂടെ പ്രവർത്തിക്കുവാൻ എനിക്ക് സാധ്യമല്ല എന്ന സ്ഥിതി വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ BJPക്ക് മാറിയത്. അതിലെനിക്കധികം വളരെ അഭിമാനമുണ്ട്. ആരുടെയും സമ്മർദ്ദത്തിനോ മറ്റൊന്നുമല്ല, ഞാൻ സ്വന്തമായി തീരുമാനിച്ച കാര്യമാണ്. ഈ സമയത്ത് ഇവിടെ വന്നു ചേർന്ന എൻ്റെ എല്ലാ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഹൃദയംഗമായ സ്വാഗതം അർപ്പിക്കുന്നു. നന്ദി.